നമസ്കാരം. എന്താണ് ഓഫ് റോഡറുകൾ, എന്താണ് 4x4, എന്താണ് SUV? ഈ ചോദ്യങ്ങൾക്കൊക്കെ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടുക എളുപ്പമല്ല. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഉത്തരങ്ങളുണ്ട്, പക്ഷേ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലെന്ന് കാണാം. കാരണം ഒരിത്തിരി ബീഫപ്പ് ചെയ്ത ഹാച്ച് ബാക്കുകളെയും വിളിക്കുന്നത് SUV എന്നാണ്. ഫോർ എക്സാമ്പിൾ ഫോർഡ് ഇക്കോസ്പോർട്ട് പോലുള്ള വണ്ടികൾ, ഇപ്പോൾ കിയ സോണറ്റ് പോലുള്ള വണ്ടികളൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. 4x4 കേപ്പബിലിറ്റീസ് ഒന്നും തന്നെയില്ല. ഈവൻ ചിലപ്പോഴൊക്കെ ട്രാക്ഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടോ. എന്നാലും ചില ആളുകൾ തമാശയ്ക്ക് പറയും 4x4 എന്ന ഒരു സംഗതി ഇല്ലാത്ത SUV എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് പറയും. ചില ആളുകൾ കുറച്ചും കൂടി ഇൻറ്റൻസീവായിട്ട് പറയും അത് ഇലാസ്റ്റിക് ഇല്ലാത്ത അണ്ടർവെയർ പോലെയാണെന്ന്. കാരണം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ ഉപകാരമില്ല, ഒരു പൂ. ഓക്കെ, പക്ഷേ ഇന്ത്യയുടെ ഒരു കാര്യം എടുത്താൽ നമ്മുടെ ഒരു നിരത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ബോഡി ഓൺ ഫ്രെയിം SUVകളുണ്ട്. മഹീന്ദ്ര താർ റോക്സ്, മാരുതിയുടെ കുഞ്ഞൻ ജിംനി, പിന്നെ ഫോഴ്സിൻ്റെ കൂർക്കയ്ക്ക് 3 ഡോറും ഉണ്ട്, 5 ഡോറും ഉണ്ട്. ഓക്കെ, ഈ വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജിംനിയുടെ വരവോടുകൂടി നമ്മുടെ നാട്ടിൽ ഒരിത്തിരി ഓഫ് റോഡിങ് എന്ന് പറയുന്ന ഒരു വിനോദം ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ജനകീയമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഓഫ് റോഡുകളുടെ ബേസിക്സിനെ കുറിച്ച് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് എന്നുള്ളതും ഒരു കൗതുകമാണ്. ഓക്കെ, നാട്ടിൻപുറത്തെ കാര്യം എടുത്താൽ, ഇപ്പം എൻ്റെ നാട്ടിലെ കാര്യം എടുത്താൽ നമ്മൾ വണ്ടി കൊണ്ട് പോവാണ്, ഒരു സ്പെഷ്യൽ കാറോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർ, ഇപ്പോൾ മാരുതി 800 ഫോർ എക്സാമ്പിൾ, പോയിട്ട് ഒരു ഹാൻഡ് ബ്രേക്ക് ടേൺ അടിക്കുക അല്ലെങ്കിൽ ഒരു ജെ ടേൺ അടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ വന്ന് പറയും നിനക്ക് പ്രാന്താണ്, ചീത്ത പറയും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, അപകടം വരുത്തരുത് പറയും. ഓക്കെ, അവർക്ക് ഇപ്പോഴൊന്നും അങ്ങ് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല വണ്ടി കൊണ്ട് സ്പോർട്സ് കാണിക്കാം അല്ലെങ്കിൽ വണ്ടി കൊണ്ട് തമാശ കാണിക്കാമെന്നുള്ളത്. റേസിങ്ങും അല്ലെങ്കിൽ ഡ്രിഫ്റ്റിങ്ങും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയും നമുക്കൊക്കെ തീണ്ടാപ്പാട് അകലെയാണെന്നുള്ളത് എൻ്റെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്, എനിക്കൊക്കെ പ്രത്യേകിച്ചും. പക്ഷേ ടൗണിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഭാഗത്തെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ ജേർണലിസം അല്ലെങ്കിൽ മോട്ടോറിംഗ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പല വണ്ടികളും നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്, പല ഫൺ എലമെൻറ്റും കാണിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം നമ്മൾ ചെയ്തിട്ടുള്ളത് ഓഫ് റോഡിംഗ് ആണ്. ഓഫ് റോഡിങ്ങിൻ്റെ ബേസിക്സാണ് നമുക്കറിയാവുന്നത്. ഓഫ് റോഡിംഗ് ആണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു മോട്ടോർ സ്പോർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജിംനി മേടിക്കാനായിട്ട് വന്ന കോസ്റ്റിൻ്റെ മുകളിൽ ആ ജിംനിയുടെ ഒരു എന്താ പറയുക, ആ ഇൻഡെസ്ട്രക്റ്റബിൾ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാനാവാത്ത വണ്ടി എന്നുള്ള ഒരു ഫീലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫണ്ണൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണെന്ന് തോന്നുന്നു കൂർക്ക എന്ന് പറയുന്നത്. ഈവൻ കൂർക്കയ്ക്ക് ഒരു എക്സ്ട്രീം വേർഷൻ ഉണ്ടായിരുന്നു മുന്നേ. എന്തായാലും ഇന്ന് നമുക്ക് ഓഫ് റോഡിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ച്, വണ്ടിയുടെ ബേസിക്സിനെ കുറിച്ച്, വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. കുറേ അധികം കാര്യങ്ങളുണ്ട്. 4 വീൽ ഡ്രൈവ്, ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ്, ഡിഫറൻഷ്യൽ ലോക്ക്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ തന്നെ ലളിതമായിട്ട് സാധാരണ ഡ്രൈവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ശ്രമിക്കുകയാണ്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു വലിയ ഡ്രൈവറാണെന്ന് കരുതുന്ന ആളാണ്, നിങ്ങൾക്കൊരു ഓഫ് റോഡിങ്ങിനെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല. കാരണം ഈ വീഡിയോയിൽ നിങ്ങൾക്കുള്ളതല്ല, ഇതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞ നോളജിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങേണ്ടത് ബേസിക്സില്ല. അപ്പോൾ ജിംനി ഡെമോക്രറ്റൈസ് ചെയ്ത ആ ഒരു ഓഫ് റോഡിങ് കാര്യങ്ങളിൽ ആ വണ്ടിക്കകത്ത് എന്താണ് സ്പെഷ്യലായിട്ടുള്ളത്, ഇത് ഏത് വീലാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, ജിംനി MT ആണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർക്കെല്ലാമുള്ള ഉത്തരം ഇന്ന് ഈ ഒരു കൂർക്കയിൽ കൊടുക്കാൻ വരും. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വീഡിയോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്നും ഇത് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്ന, വാഹനം ഓടിക്കാൻ തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണെന്നും പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കമൻറ്റ് വരുമെന്ന് എനിക്കറിയാം. അതിനേക്കുള്ള ബാധ്യതാ നിരാകരണമാണ്. ചിലയിടത്ത് ഞാൻ സ്പെസിഫിക്കലി ടോർക്ക് എന്ന് പറയാതെ വീലിലേക്ക് വരുന്ന പവർ എന്ന് 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ടോർക്ക് എന്നും പവർ എന്നും മാറി മാറി പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളത് കൊണ്ട് കൂടിയാണത്. ഓഫ് റോഡിങ് അല്ലെങ്കിൽ 4x4 എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുതുമയൊന്നുമല്ല. ഇപ്പോൾ 90കളുടെ അവസാനങ്ങൾ വരെ എനിക്ക് തോന്നുന്നു ടാറ്റയുടെ സഫാരി പോലുള്ള വണ്ടികൾ 4x4 ആയിരുന്നു. അതുപോലെ ബൊലേറോ നമുക്ക് 4x4 കിട്ടും. ബൊലേറോയുടെ ഇപ്പോൾ പിക്കപ്പ് വേർഷൻ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു പിക്കപ്പല്ല, ഡബിൾ ക്യാബ് വേർഷനില്ല, അത് മാത്രമേ 4x4 കിട്ടുള്ളൂ. കൂർക്ക തന്നെയും എനിക്ക് തോന്നുന്നു കൂർക്കയുടെ എക്സ്ട്രീം എന്ന് പറയുന്ന വണ്ടി ഒക്കെ വന്ന സമയത്ത് 2 സോളിഡ് ആക്സിലും കോയിൽ സ്പ്രിംഗ് ഒക്കെ വന്ന വണ്ടിയാണ്. ഇപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ് ഫ്രണ്ടിൽ. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ സാമ്യതകളുണ്ട് ഈ ഓഫ് റോഡുകൾക്ക്. അതിലൊന്നെന്ന് പറയുന്നത് ഇതെല്ലാം ബോഡി ഓൺ ഫ്രെയിം ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങേണ്ടത് എന്താണ് ബോഡി ഓൺ ഫ്രെയിം, എന്താണ് മോണോക്കോക്ക് എന്നുള്ളതാണ്. ഓക്കെ, ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ കണ്ടു കാണും, ഇരുമ്പിൻ്റെ 2 ചാനലുകളിൽ വീലുകൾ വെച്ചിട്ട് ഒരു സീറ്റിലിരുന്ന് ഡ്രൈവർ ഓടിച്ചു പോകുന്ന വലിയ ട്രക്കിൻ്റെയും ബസ്സിൻ്റെയും ബേസ്, അതിനെയാണ് ഷാസി എന്ന് പറയുന്നത്. അതാണ് ഫ്രെയിം. ആ ഫ്രെയിമിൻ്റെ മുകളിൽ വരുന്ന ബോഡി, ആ ബോഡി എന്തോ ആവട്ടെ, ബസ്സാവാം, ലോറി ആവാം, SUV ആവാം, അതിനെയാണ് ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്നത്. അത് സോളിഡാണ്, അതിന് കുറേയധികം ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അതായത് ആ ഒരു വണ്ടി ഒരു പരിധിവരെ നശിപ്പിക്കാനാവാത്തതെന്ന് പറയാം. കാരണം എല്ലാ കാര്യങ്ങളും ആ ഒരു ഫ്രെയിമിൻ്റെ മുകളിലാണ്. ബോഡി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഓടുന്നത്. ഓക്കെ, അതാണ് ബോഡി ഓൺ ഫ്രെയിം. മോണോക്കോക്ക് എന്ന് പറഞ്ഞാൽ ബോഡി ഫ്രെയിം രണ്ടല്ല, എല്ലാം ഒറ്റ യൂണിറ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാറുകൾ അല്ലെങ്കിൽ SUVകൾ അല്ലെങ്കിൽ കോമ്പാക്ട് SUVകൾ, സോക്കോൾഡ് കോമ്പാക്ട് SUVകൾ എല്ലാം തന്നെ ബോഡി ഓൺ ഫ്രെയിം അല്ല, അതെല്ലാം മോണോക്കോക്കാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ട്. ഇനി സെമി മോണോക്കോക്ക്, സെമി
ഷാസി എന്ന് പറയുന്ന വണ്ടിയാണ് അംബാസഡർ പോലുള്ള വണ്ടികൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടെമ്പോ ട്രാവലറൊക്കെ അങ്ങനെയാണ്. അതൊരു പരിധി വരെ അതിൻ്റെ മുകളിൽ ഷാസി ഉണ്ടാകും, പക്ഷേ ഷാസി മോണോക്കോക്ക് ബോഡിയും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിരുന്ന ബോൾട്ട് കൊണ്ടായിരിക്കില്ല, അത് ഒറ്റ യൂണിറ്റ് പോലെ ആയിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ ആ ഒരു ബോഡിയുടെ കാര്യം തീരാണ്. കൂർക്ക ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടിയാണ്. ഇനി സോളിഡ് ആക്സിൽ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോളിഡ് ആക്സിൽ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ ആക്സിൽ സോളിഡാണ്. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനോ ആമോ ഒന്നും ഉണ്ടാവില്ല. ലീഫ് സ്പ്രിങ്ങിൽ വെച്ചിട്ട് വണ്ടികൾ നമ്മൾ ജീപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രണ്ടിൽ കോയിൽ സ്പ്രിങ്ങും ബാക്കിൽ കോയിൽ സ്പ്രിങ്ങും ആണ്. ഇത് ഡബിൾ വിഷ് ബോണാണ്. അപ്പോൾ അത് സസ്പെൻഷനോ സെറ്റപ്പാണ്. സസ്പെൻഷൻ്റെ കാര്യങ്ങൾ വീണ്ടും ഇതിനകത്ത് പറയുന്നതിന് പകരം നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. എന്നാലും ഈ വണ്ടി ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷനുള്ള ഒരു ബോഡി ഓൺ ഫ്രെയിം 4x4x4 SUV ആണ്. എന്താണ് ഈ 4x4x4? അത് ഈ ഡിഫ് ലോക്കുകളാണ് അതിന് കാരണം. അതിലേക്ക് ഞാൻ വരാം. അടുത്തത് ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്. ഈ രണ്ട് സംഗതി എന്താണെന്നുള്ളതാണ്. ഒന്നുമില്ല, ഇതിനകത്താണ് എഞ്ചിൻ എന്ന് അറിയാലോ. ഈ എഞ്ചിനിൽ നിന്ന് ഏത് വീലിലേക്കാണോ ആ ഒരു ട്രാൻസ്മിഷൻ വെച്ചിട്ട് പവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് പറയുന്നത്. കാരണം കാറുകളൊക്കെ തന്നെയും മുമ്പിൽ 2 വീലിലേക്കായിരിക്കും കൊടുക്കുക. ഒക്കെ തന്നെയെന്നല്ല, മിക്ക കാറുകളും. ഇത് റിയർ വീൽ ഡ്രൈവ് ആണ് പ്രോപ്പർലി. പിന്നെ 4x4 ഓപ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അതുപോലെ റിയർ വീൽ ഡ്രൈവുള്ള വണ്ടികളാണ് ഇന്നോവ, അതല്ലെങ്കിൽ പഴയ ജീപ്പുകൾ. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൂടെ ഒരു പ്രൊപ്പലർ ഷാഫ്റ്റ് പോകണം. SUV-കളാണെങ്കിൽ, കാറാണെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ മുന്നിലെ വീലുകൾ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടികളെ ഫ്രണ്ട് വീൽ ഡ്രൈവ് എന്നും പിന്നിലെ വീലുകൾ ഓടിയിട്ട് പുഷ് ചെയ്ത് പോകുന്ന വണ്ടികളെ റിയർ വീൽ ഡ്രൈവ് എന്നും പറയും. എല്ലാ വീലുകളിലും ഒരേപോലെ പവറുള്ള വണ്ടിക്ക് ഓൾ വീൽ ഡ്രൈവ് എന്നും പറയും. ഈ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത് 4x4 വ്യത്യാസം എന്താ അതും പറയാം. ഓൾ വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതിന് മുന്നേ നിങ്ങൾ ഫോർച്യൂണറിൻ്റെ പിന്നിൽ കണ്ടാവും ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് എന്ന്. അത് ഒരു പരിധിവരെ ഓൾ വീൽ ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവിന് മിക്കവാറുമൊക്കെ ലോ റേഞ്ച് ഉണ്ടാവില്ല, ട്രാൻസ്ഫർ കേസിൽ ലോ റേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, 4 വീലുകളും ഒരേപോലെ പവർ ചെയ്യുന്ന വണ്ടി, അല്ലെങ്കിൽ 4 വീലുകളിലും ഒരേപോലെ എഞ്ചിനിൽ നിന്ന് പവർ റിസീവ് ചെയ്യുന്ന വണ്ടി എന്ന് നമുക്ക് ഓൾ വീൽ ഡ്രൈവിനെ പറയാം. ഫുൾ ടൈം 4 വീൽ ഡ്രൈവും അങ്ങനെ തന്നെയാണ്. ഹൈ റേഞ്ചിലാണ് ഈ ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 4 വീൽ ഡ്രൈവിൻ്റെ ലാംഗ്വേജ് പറഞ്ഞാൽ 4H. ഒരു വണ്ടിക്ക് പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ്, എഞ്ചിനും ഗിയർ ബോക്സും. ഗിയർ ബോക്സിൽ നിന്ന് വീലിലേക്ക് പവർ കൊടുക്കുന്നു, വീല് കറങ്ങുന്നു, വണ്ടി ഓടുന്നു, അത്രേ ഉള്ളൂ. ഇതിനിടയിൽ പുതിയൊരു സംഗതി വരും 4x4-ന്. അതാണ് ട്രാൻസ്ഫർ കേസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണിത്. ഇതിൻ്റെ ട്രാൻസ്ഫർ കേസ് എന്ന് വെച്ചാൽ ആ പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് എന്ന് പറയാം. വെറുതെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്രണ്ട് വീലിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്നത് ട്രാൻസ്ഫർ കേസ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യൽ യൂണിറ്റാണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് യൂണിറ്റാണ്. അതിനകത്ത് 2 റേഷ്യോസ് ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് കണക്ട് ചെയ്യാനുള്ള ചെയിനോ ഗിയറോ മാത്രം. അതായത് നമ്മൾ ഒരു 4H എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ ബേസിക്കലി 4 വീൽ ഡ്രൈവ് വണ്ടി കണ്ട ആളുകൾക്കറിയാം അതിനകത്ത് ഉണ്ടാകുന്ന ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 2H, 4H, 4L. ചില വണ്ടിക്കകത്ത് ന്യൂട്രൽ ഉണ്ടാവും. ഓക്കെ, ഈ 4H എന്ന് പറയുന്ന സംഗതി ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ 2 വീൽ ഡ്രൈവിൽ ഓടുന്ന വണ്ടി 4 വീലാക്കുന്ന എന്നുള്ളൂ. അത് പലപ്പോഴും ഈ ട്രാൻസ്ഫർ കേസിലേക്ക് പവർ കൊടുത്ത് ആ ചെയിൻ കറങ്ങിയിട്ട് ഫ്രണ്ടിലെ പ്രൊപ്പലർ ഷാഫ്റ്റിലൂടി പവർ വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4 വീൽ ഡ്രൈവ് ആയി ബേസിക്കലി. അങ്ങനെ ആ 4H ഓടുന്ന വണ്ടിയാണ് നമ്മൾ ഓൾ ടൈം 4 വീൽ ഡ്രൈവ് എന്നും ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് എന്ന് വിളിക്കാം. ഇതൊക്കെ പാർട്ട് ടൈം അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് 4 വീൽ ഡ്രൈവ് ആവും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളിത് 4 വീൽ ഡ്രൈവ് ആക്കുക ചെയ്യുക. അതിനാണ് ഓപ്ഷൻസ്. ഇപ്പോൾ ഗൂർക്ക എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളിൽ അനലോഗ് വണ്ടിയാണ്. പക്ഷേ ഐറോണിക്കലി ഇതിൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കാണ്. അങ്ങനെ പറയുമ്പോൾ 2H-ഉം 4H-ഉം 4L-ഉം ഷിഫ്റ്റ് ചെയ്യുന്നത് പഴയ ഗൂർക്കയ്ക്ക് വിഭിന്നമായിട്ട് ലിവറല്ല, പകരം ഇവിടെ ആ സ്വിച്ചിലാണ്. പക്ഷേ ഇതിൻ്റെ ഡിഫ് ലോക്കുകൾ ഇലക്ട്രിക് അല്ല, അതിപ്പോഴും കേബിളാണ്. അപ്പോൾ ഇതൊരു വെറും ബേസിക് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബേസിക്സിലേക്ക് ഒന്നുകൂടി ഊന്നി പറയണം. എങ്ങനെയാണ് ഒരു കാർ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു എഞ്ചിനുണ്ട്, ആ എഞ്ചിൻ പെട്രോളോ ഡീസലോ ഇലക്ട്രിക്കോ വാട്ടവർ അങ്ങനെ പവർ ചെയ്യുന്നു. അത് കറങ്ങുമ്പോൾ അതിൻ്റെ കണക്ഷൻ ഗിയർ ബോക്സിലേക്ക് കൊടുക്കുന്നു. ഗിയർ ബോക്സിൽ നിന്ന് പവർ വീലിലേക്ക് പോകുന്നു. ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് ആ പവർ വീലിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ഒരു വണ്ടിയുടെ പ്രവർത്തനം മുഴുവനാവണമെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഡിഫറൻഷ്യലാണ്. ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിഫറൻഷ്യലാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഗതി. ഇപ്പോൾ 4 വീലിലൊരു വണ്ടിയാണ് ഈ ഡോർ തുറന്നിട്ടുണ്ട്. ഓക്കെ, 4 വീലിലൊരു വണ്ടി തിരിയുമ്പോൾ അകത്തെ വീല് ചെറിയ സ്പീഡിലും പുറത്തെ വീല് കൂടിയ സ്പീഡിലും കറങ്ങിയില്ലെങ്കിൽ വണ്ടി സ്ലൈഡായി പോകും. ഇപ്പോൾ ഗോക്കാർട്ട് ഓടിച്ചുള്ള ആളുകൾക്ക് അറിയാം, വേണ്ട ടോയ് കാർ എടുത്ത് ഓടിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് തിരിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വീല് പോലെയല്ല കാറിൻ്റെ വീല് വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്. ട്രെയിനിൻ്റെ ട്രാക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരേ വീതിയാണ്, അതുകൊണ്ട് തന്നെ അതുകൂടെ അങ്ങനെ പോകാം. പക്ഷേ റോഡിൽ അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു വീല് കുറച്ചും ഒരു വീല് കൂടുതലും കറങ്ങേണ്ട ആവശ്യം വരുന്നിടത്താണ് ഡിഫറൻഷ്യലിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ പൂർണ്ണമായി എൻജിൻ, ഗിയർ ബോക്സ്, ട്രാൻസ്ഫർ കേസ്, ഡിഫറൻഷ്യൽ. ഈ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ഇതാണ് ഒരു വണ്ടിയുടെ ആ ഒരു ചക്രം പൂർത്തിയാകുന്നത്. വീലല്ല, ആ എൻജിനിൽ നിന്ന് ഗിയർ ബോക്സിലൂടെ വന്ന പവർ വീലിലേക്ക് എത്തിക്കുന്ന പ്രക്രിയ
പൂർത്തിയാക്കുന്നത് ഡിഫറൻഷ്യലാണ്. ഈ ഡിഫറൻഷ്യലിനൊരു പ്രത്യേകത ഉണ്ട്. എവിടെയാണോ ലൂസ് സർഫേസ്, എവിടെയാണോ ട്രാക്ഷൻ കുറവ്, ആ വീലിലേക്കാണ് ഡിഫറൻഷ്യൽ കൂടുതൽ പവർ കൊടുക്കുക. ഇപ്പോൾ ഇത് 2 വീലാണെന്ന് കരുതാം. ഇവിടെ കുറച്ച് സ്ലിപ്പിംഗ് ഉണ്ട്. ഈ സ്ലിപ്പിംഗ് ഉള്ള വീലിലേക്കാണ് പവർ കൂടുതൽ വരിക. അതല്ലെങ്കിൽ 50-50 ടോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ വണ്ടി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സംഗതി ഇന്നർ വീലിൽ പിടുത്തം വന്ന് ഔട്ടർ വീല് കൂടുതൽ കറങ്ങുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഔട്ടർ വീലിൽ ട്രാക്ഷൻ കുറവാണ്, അപ്പോൾ ഔട്ടർ വീലാണ് കൂടുതൽ കറങ്ങുക. അത്രയും കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ജാക്കിൽ പൊക്കി നിർത്തുന്ന വീലിനായിരിക്കും കൂടുതൽ പവർ കിട്ടുക. അതായിരിക്കും കൂടുതൽ കറങ്ങുക. അപ്പോൾ വെള്ളം അല്ലെങ്കിൽ ചളിയൊക്കെ വന്നാൽ എവിടെയാണോ സ്ലിപ്പേജ് അവിടെയാണ് കൂടുതൽ കറങ്ങുക. അപ്പോൾ ഡിഫറൻഷ്യലിൻ്റെ പ്രവർത്തനം ഏറെക്കുറെ മനസ്സിലായില്ലേ? ഡിഫറൻഷ്യൽ 50-50 ടോർക്ക് 2 വീലിലേക്കും കൊടുക്കുമെന്ന് കരുതുക. എവിടെയാണോ ആ ട്രാക്ഷൻ പോകുന്നത് അവിടത്തേക്ക് കൂടുതൽ കൊടുക്കുമെന്ന് കരുതുക. അപ്പോൾ കൂടുതൽ അവിടെ കറങ്ങുമെന്ന് കരുതുക. അപ്പോൾ വണ്ടി സ്റ്റക്കാവും. ഈ സ്റ്റക്കാവുന്നിടത്താണ് ഡിഫ് ലോക്കിൻ്റെ പ്രാധാന്യം. അത് ഒഴിവാക്കാനായിട്ട് ഈ ഡിഫ് അങ്ങ് ലോക്ക് ചെയ്യും. ട്രെയിൻ വീല് പോലെ 2 വീലുകളും ഒരേ സ്പീഡിൽ കറങ്ങും. അതാണ് ഡിഫ് ലോക്ക്. ഓപ്പൺ ഡിഫറൻഷ്യൽ എന്ന ഒരു ടേമാണ് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യലിൽ ഉപയോഗിക്കാം. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഓപ്പൺ ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 2 വീലിലേക്ക് പവർ പോകുന്നെങ്കിലും ഏതൊരു വീലിലേക്കും കൂടുതൽ പവർ കൊടുക്കാൻ ഓപ്പൺ ആണ് ഈ വണ്ടി. അതായത് ഏത് വീലാണോ ട്രാക്ഷൻ കുറവ് ആ വീലിലേക്ക് കൂടുതൽ പവർ കൊടുക്കുമെന്നുള്ളതാണ് ഓപ്പൺ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് ലോക്ക് ചെയ്യുമ്പോൾ അത് ലോക്ക് ഡിഫറൻഷ്യലായി ട്രെയിൻ വീല് പോലെയായി. ഓക്കെ, ജിംനിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ജിംനിയുടെ ഒരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യണം. ഇതിൻ്റെ ഹബ്ബ് ലോക്ക് ചെയ്യുന്നത് വെച്ചാൽ 4H ആകുമ്പോൾ പവർ വീലിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഹബ്ബ് ലോക്ക് ആകുന്നത്? പണ്ട് ജിപ്സിയിലൊക്കെ നമ്മളിങ്ങനെ തിരിച്ച് ലോക്ക് ചെയ്യാറുണ്ടല്ലോ, മാനുവലി എന്ന് പറയില്ലേ. ഇത് വാക്വം ബേസ്ഡ് ആണ്. ജിംനിയിൽ വാക്വം ബേസ്ഡ് ആയിട്ടാണ് ഹബ്ബ് ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 100 കിലോമീറ്റർ സ്പീഡ് വരെ 4x4 ഇടാം എന്ന് പറയുന്നുണ്ടെങ്കിലും ടാർമാക്കിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള സർഫേസിലൊന്നും 4x4 ഇടരുതെന്ന് പറയുന്നത്. കാരണം ഹബ്ബ് ലോക്ക് ആവുന്നതൊക്കെ അത്ര നല്ല കാര്യങ്ങളല്ല ഈ ഒരു പ്രതലങ്ങൾ അല്ലെങ്കിൽ ഓഫ് റോഡ് അല്ലാത്ത അവസ്ഥയിൽ. ഇന്ത്യയിലെ ജനകീയ ഓഫ് റോഡറുകളായിട്ടുള്ള ഗുർക്ക, താർ, ജിംനി ത്രയം ഇപ്പോൾ 4 താർ റോക്സും വന്നു. ഈ ത്രയത്തിൽ ഡിഫ് ലോക്കുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഗൂർക്കയാണ്. ഇതിന് ഫ്രണ്ടിലും ബാക്കിലും ഡിഫ് ലോക്കുകളുണ്ട്. അത് മാനുവൽ കേബിൾ ഓപ്പറേറ്റഡ് ഡിഫ് ലോക്കാണ്. ഈ ഡിഫ് ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഗുർക്കയെ ഫോഴ്സ് 4x4x4 എന്ന് ആലങ്കാരികമായിട്ട് വിളിക്കുന്നത്. ഇനി സെൻട്രൽ ഡിഫ് ലോക്ക് എന്ന് പറയുന്ന സംഗതി കൂടിയുണ്ട് ജീവാങ്ങളിലൊക്കെ ഉള്ളത്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് അങ്ങോട്ട് ഞാൻ വരുന്നില്ല, അത് പിന്നീടൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഗുർക്കയിൽ ഡിഫ് ലോക്കുകളുണ്ട് ഫ്രണ്ടും ബാക്കും. ഈ ഡിഫ് ലോക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഡിഫ് ലോക്ക് യൂസ് ചെയ്തിട്ട് വണ്ടി അധികം ദൂരം ഓടിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ലൈനിൽ പോകാം, തിരിവ് തിരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുള്ളൂ. ട്രെയിൻ വീലുകളാണ് ആ സമയത്താവുക. അപ്പോൾ നമ്മൾ തിരിച്ചാൽ ഒരു വീല് ലോക്കായിട്ട് ഇങ്ങനെ ഒരയില്ലേ. ഈ സംഗതി ജിംനിയിലും താർ റോക്സിലും താറിലൊക്കെ വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രേക്ക് ബേസ്ഡ് LSD, ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ. ഈ വീലുകൾ കറങ്ങുകയാണല്ലോ. ഈ വീലുകൾ കറങ്ങുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ചെളിയോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ വന്ന് സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടേക്ക് കൂടുതൽ പവർ പോവും, മറ്റേ വീല് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. ഫോർ എക്സാമ്പിൾ ജാക്കി വെച്ച് നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ ജിംനി അല്ലെങ്കിൽ താർ റോക്സിലൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ESP ബേസ് ചെയ്തിട്ട് ഈ വണ്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അത് ബ്രേക്ക് ബേസ്ഡ് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യലാണ്. ഇപ്പോൾ ഒരു വീല് കൂടുതൽ കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്താൽ എന്ത് ചെയ്യും? ഇവർ ബ്രേക്ക് ആ വീലിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ടെക്നിക്കലി ആ വീല് ലോക്കായി. അങ്ങനെ ലോക്കായി കഴിയുമ്പോൾ ഇതിലെ പവർ അപ്പുറത്തെ വീലിലേക്ക്, ലൂസായ വീലിലേക്ക് പോവും. അങ്ങനെ വണ്ടി അവിടെ നിന്ന് കയറിപ്പോരും. ഈ സംഗതിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ട്രാക്ടർ, JCB ഉള്ള വണ്ടികളിൽ. അവർക്ക് 2 ബ്രേക്ക് പെഡലാണ്, അവർക്ക് 2 ബ്രേക്ക് പെഡലാണ്, അവയ്ക്ക് 2 ബ്രേക്ക് പെഡലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രേക്ക് നമുക്ക് ചവിട്ടാം സ്ലിപ്പാവുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത വീൽ കയറി അങ്ങ് വരും. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഇത് രണ്ടും കൂടെ ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ലോക്കബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ട്രാക്ടറിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഗതി താർ റോക്സിലുണ്ട്. അതെന്ന് പറയുന്നത് ഇൻ്റലി ടേൺ എന്ന് പറഞ്ഞ സംഗതിയാണ്. ഒരു സൈഡിലെ വീല് ലോക്ക് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് കറക്കി തിരിച്ച് വരുന്ന ആ താർ റോക്സിൻ്റെ ഫീച്ചറില്ലേ, അത് തന്നെ. 4x4 കുറിച്ച് പറയാൻ എന്തിനാണ് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് വെക്കണ്ട. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 4x4 എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് കുറേ കാലം ടാറ്റ മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾ 4x4 വിട്ടു നിന്നു. ഇപ്പോൾ ഹാരിയർ റിവ്യൂവിലൂടെ ഒരു പുതിയ യുഗം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് വണ്ടി കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആ പരസ്യം ചെയ്ത അല്ലെങ്കിൽ ആ പരസ്യത്തിൽ അഭിനയിച്ച ഫഹദ് എന്ന് പറയുന്ന ഓഫ് റോഡർ പുള്ളിയൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഇപ്പോൾ ഓഫ് റോഡിങ് വളരെ സിമ്പിളായി, എല്ലാം ഇലക്ട്രിക് എയ്ഡ്സ് ആയെന്നൊക്കെ. ഈ ഇലക്ട്രിക് എയ്ഡ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതായത് ബ്രേക്ക് ബേസ്ഡ് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ പോലുള്ള കാര്യങ്ങളും ഷിഫ്റ്റർ സ്വിച്ച് ആയെന്നൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇത്തിരി ബേസിക് ആയിട്ടുള്ള വലിയ കാര്യമായിട്ട് ഇലക്ട്രോണിക്സ് ഇല്ലാത്ത ഒരു പ്യൂറായിട്ടുള്ള അനലോഗായിട്ടൊരു വണ്ടിയിൽ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗൂർക്ക തിരഞ്ഞെടുത്ത്. ഇതിനകത്ത് നമ്മൾ ഡിഫ്ലോക്കുകൾ കണ്ടു, കേബിളാണ് കണ്ടു. ഡിഫ്ലോക്കുകൾ പലതരത്തിലുണ്ട്. ഇലക്ട്രോണിക്കലി ചെയ്യുന്ന ഡിഫ്ലോക്കുകളുണ്ട്, വണ്ടി ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ചെയ്യുന്ന ഡിഫ്ലോക്കുകളുണ്ട്. ഓക്കെ, ഇവിടെ അതൊക്കെ തന്നെയും മാനുവലാണെങ്കിലും ഷിഫ്റ്റർ സ്വിച്ചാണ്. അത് ഗൂർക്കയിൽ പണ്ട് സ്വിച്ച് ആയിരുന്നില്ല. ഈ സ്വിച്ച് ആയപ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4x4 ലോയിലേക്ക് ഇടുമ്പോൾ പലപ്പോഴും ഷിഫ്റ്റ് ആയില്ല, അല്ലെങ്കിൽ കരകര സൗണ്ട് കേട്ടു എന്ന് പറയുന്ന പല സംഗതികൾ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും?
കുറച്ച് അമർത്തി വലിച്ചിടാൻ നോക്കും. ഇപ്പോൾ ജിമ്മിനൊക്കെ ഫോർ എക്സാമ്പിൾ. പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യരുത് പറയാൻ കാരണം ഇത് ഗിയറാണല്ലോ, ഇത് മെഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ശരിയായിട്ടില്ലെന്ന് അർത്ഥം. ഒന്നുമില്ല, ഒന്ന് മുന്നോട്ടോ പിന്നോട്ടോ വണ്ടി അനക്കിയ ഈ ഗിയർ ശരിക്കും മെഷാവും. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആ സൗണ്ട് വരുന്നില്ലാണ്ടാവും. അപ്പോൾ ഓൾ വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ലോ റേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ഒരു സംഗതി കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയേണ്ടതുണ്ട്. ഇപ്പോൾ 4 വീലിലേക്ക് പവർ കൊടുക്കുക എന്നത് ഗിയർ ബോക്സിന് തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ ആ പവർ അല്ലെങ്കിൽ ആ ടോർക്ക് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് ചെയ്യാനായിട്ട് അവിടെ ഒരു എക്സ്ട്രാ ഗിയർ റേഷ്യോ വേണം. ആ ഗിയർ റേഷ്യോ ട്രാൻസ്ഫർ കേസിലുണ്ടാവും. അതാണ് 4x4ൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ 4x4 എന്ന് പറയുന്ന വണ്ടിയുടെ മാത്രം പ്രത്യേകത. ഓൾ വീൽ ഡ്രൈവിന് മിക്കവാറും ആ ഒരു സംഗതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓപ്പൺ ഡിഫറൻസിൽ എൻജിന്, ഗിയർ ബോക്സ്, ട്രാൻസ്ഫർ കേസ്, ഡിഫ് ലോക്കുകൾ, ബ്രേക്ക് ബേസ്ഡ് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇതിൽ കൂടുതലും നമ്മുടെ ഒരു ബേസിക്സ് കാര്യങ്ങൾ അറിയേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു വണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഓടിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഈസിയായി എന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് 4x4 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാതെ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, മാജിക്കാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഇത് ഓരോ കാര്യങ്ങളും മെഷ് ചെയ്യുന്നതും ഗിയറിലേക്ക് വീഴുന്നതും അതിൻ്റെ പ്രവർത്തനമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു കലയായി മാറും, ഒരു ആർട്ടായി മാറും എന്നുള്ളതാണ്. ഓക്കെ, മോട്ടോർ സ്പോർട്സ് അല്ലെങ്കിൽ ഓഫ് റോഡിങ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയും കുറേ അധികം വളരാനുണ്ട്, കുറേ അധികം ജനകീയമാകാനുണ്ട്. ഒരു പരിധി വരെ മാരുതി സുസുക്കിയുടെ മറ്റ് കാറുകൾ ജനങ്ങളോട് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയെ വണ്ടിക്കകത്ത് കയറ്റിയത് മാരുതി 800 എന്ന് പറയില്ലേ, അതുപോലെ ഇന്ത്യയെ ഒരു ഓഫ് റോഡർ കൺട്രി, ഓഫ് റോഡർ ഫ്രണ്ട്ലി കൺട്രി ആക്കാൻ പോകുന്നത് ജിമ്നിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അത്രയ്ക്ക് ട്രാക്ഷൻ ആ വണ്ടിക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അതിനർഹിക്കുന്ന ഒരു പ്രാധാന്യം ഉണ്ടായിട്ടില്ല. എന്നാലും ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നമുക്ക് ആവശ്യത്തിലധികം വണ്ടികൾ അവൈലബിൾ ആണെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ EV ഓൾ വീൽ ഡ്രൈവ് വരെ വന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും പ്രോപ്പറായിട്ടുള്ള അനലോഗ് വണ്ടികളായിട്ടുള്ള കൂർക്ക, അതല്ലെങ്കിൽ താർ, അതല്ലെങ്കിൽ ജിംനി എന്നുള്ള വണ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രോണിക്സ് എയ്ഡുകളില്ലാതെ, എയ്ഡുകൾ കുറവുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, വളരെ നമ്മുടേതായിട്ടുള്ള സ്കില്ല് കൊണ്ട് ഓടിക്കാവുന്ന വണ്ടികളായിട്ട് മാറി നിൽക്കുന്ന ഈ 3 വണ്ടികൾ വന്നതോടുകൂടി ഇന്ത്യയിലെ ഓഫ് റോഡ് സീൻ ഒന്നുകൂടി ലൈവായതെന്നൊന്നും പറയാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതിൻ്റെ കരുതാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി പല ആളുകൾക്കും എന്താണ് ഓഫ് റോഡിംഗ് എന്നറിയില്ല. പല ആളുകൾക്കും മോട്ടോർ സ്പോർട്സിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതൊരു കനിയായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതായത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാശിൽ വേണ്ടെന്ന് കരുതുന്ന ആളുകളുണ്ട്. അതല്ല, സമൂഹത്തെ പേടിച്ചിട്ട് ഓക്കെ സദാചാരവാദികളെ പോലെ മോട്ടോർ സ്പോർട്സ് എതിരാളികളുണ്ട്, അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്സിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അതായത് വണ്ടികളുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് യാത്ര ചെയ്യുക എന്ന് മാത്രമല്ല, അതൊരു ഫൺ എലമെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ വിദേശങ്ങളിലെ പോലെ നമുക്കൊരു റിയർ വീൽ ഡ്രൈവ് കാറോടെ കിട്ടാനില്ല, ഡ്രിഫ്റ്റിംഗ് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി ചെയ്യാവുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു കാര്യമാണ് ചെറിയ ചെറിയ ഓഫ് റോഡിങ്ങുകൾ. അതിനായിട്ടുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്, എക്യുപ്മെൻറ്റ് ഇവിടെ ഉണ്ട്, അത് യൂസ് ചെയ്യാനുള്ള സ്കില്ല് നമുക്കുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുക, വേണ്ട വിധം യൂസ് ചെയ്യുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മുക്കും തുമ്പൂരെ പറയില്ല, അതുപോലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അനുവദനീയമായ സ്ഥലത്ത് അനുവദനീയമായ നിലയ്ക്കുള്ള ഓഫ് റോഡ് ചെയ്യുക എന്നുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് ഒരു സഹായമായി വീഡിയോ മാറുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.